സരികയും അനീഷും ഷാനവാസും നൂറയും കൂടെ ബാത്റൂം ഏരിയയിൽ നിന്നപ്പം സരിക പറഞ്ഞു പുറത്തെ പെൺപിള്ളേരുടെ ഹീറോയാണ് അനീഷ്, ആൺപിള്ളേരുടേത് നൂറയാണെന്ന് പറഞ്ഞു. അപ്പം പെൺകുട്ടികളുടെ ഹീറോ ആണെന്ന് പറഞ്ഞപ്പോഴേ അനീഷ് തലേ കഴുകി വെച്ചിട്ട് ചിരിക്കാൻ തുടങ്ങി, ഒരു നാണം പോലെ. അപ്പം ഷാനവാസ് ഇനി കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ അനീഷിനെ ആരെങ്കിലും കളിയാക്കുന്നത്. ഷാനവാസ് ഉടനെ പറഞ്ഞ് ഇപ്പം അനീഷ് ഓർക്കുന്നുണ്ടാവും എന്തുവാന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ അനീഷ് പറഞ്ഞു നീ എന്താണെന്ന് വെച്ചാൽ പറ, അതിപ്പം നീ എടുത്ത് ചാടണ്ടായിരുന്നു, പുറത്തിറങ്ങിയിട്ട് പതുക്കെ മതിയായിരുന്നെന്ന് ഓർക്കുന്നു. കാരണം ഇപ്പം അനിമോളെ ആലോചിക്കണ്ടായിരുന്നു, പെൺപിള്ളേരുടെ ഹീറോ എന്ന് പറഞ്ഞപ്പം എന്തായാലും വേറെയൊക്കെ നോക്കാമല്ലോ എന്നാണ് ഷാനവാസ് പറഞ്ഞ് കളിയാക്കുക. അപ്പോൾ അനീഷ് പറഞ്ഞ് നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഉടനെ പറഞ്ഞ് നിൻ്റെ മനസ്സിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷാനവാസ് പിന്നെ അതിൽ പിടിച്ചങ്ങ് കളിയാക്കുവാണ്. അനീഷാണെങ്കിൽ അങ്ങ് സരിക പറഞ്ഞപ്പോൾ ആളങ്ങ് പൊങ്ങിപ്പോയി, എന്തൊരു ചിരിയെന്നാ. പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ഒതുക്കുന്നു. അപ്പം ഷാനവാസ് പറഞ്ഞു ഇവിടെ നിന്ന് ഇനി പോയാൽ മതിയെന്ന്. അപ്പോൾ സരികയോട് പറഞ്ഞു ഇവിടെ നിന്ന് പോകണ്ടെന്ന് പറയുന്നവൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള ഒരേ ഒരു ചിന്തയെ കാണത്തുള്ളൂ. ഇനിയിപ്പോൾ ഇവൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറത്തില്ല എന്നും പറഞ്ഞ് ഷാനവാസ് ഭയങ്കരമായിട്ടും അങ്ങ് കളിയാക്കുന്നതാണ് ലൈവിൽ കാണാൻ കഴിയുന്നത്. രസമുണ്ട്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.